ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ബുധനാഴ്ചയിലത്തെ വിശേഷമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷം ശരിക്ക് എല്ലാം വ്യക്തമായിട്ട് കാണണമെങ്കിൽ ഡിമ്പിളുടെ വീഡിയോയിൽ ഫുള്ളായിട്ടുണ്ട്. കാരണം ഇന്ന് കുറേ യാത്രകളായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ പതിവ് പോലെ നമ്മുടെ ചാക്കോച്ചി രാവിലെ എണീറ്റു. അപ്പോൾ ഇന്ന് ഞാൻ എണീക്കാൻ കുറേ ലേറ്റായിട്ടോ. അപ്പോൾ ആ ലേറ്റായപ്പോൾ ആദ്യം അത് കഴിഞ്ഞിട്ട് ഞാൻ എടുത്ത വീഡിയോ ആണ്. അപ്പോൾ ഇത് ഞാൻ കിടക്കുമ്പോൾ ചാക്കോച്ചി എന്നെ വിളിച്ചുണർത്താനായിട്ട് വരണതാണ് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ഫോണുള്ള കാരണം എനിക്കൊരു കൗതുകം തോന്നിയിട്ട് ഞാനത് വീഡിയോ എടുത്തതാണ്. അപ്പോൾ കുറച്ച് നേരം എൻ്റെ കൂടെ എന്താ പറയുക കളിയും ചിരിയും ബഹളമൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാനും ചാക്കോച്ചി കൂടി പുറത്തേക്ക് ഇറങ്ങിയത്. അപ്പോൾ അങ്ങനെ എന്താ പറയുക രാവിലെ നല്ലൊരു ദിവസമായിരുന്നു. കുട്ടികൾ സ്കൂളിലേക്ക് പോകാനായിട്ട് ഒരുങ്ങി. അപ്പോൾ അവിടെ നിന്നുള്ള വിശേഷങ്ങളൊന്നും ഞാൻ കാര്യമായിട്ട് എടുത്തിട്ടില്ല. കാരണം ഞാൻ ആ സമയത്ത് എണീറ്റിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ എന്താണ് ഏതാണെന്നൊക്കെ ഉള്ളത് ഡിമ്പിളുടെ വീഡിയോയിൽ പറയും. അപ്പോൾ അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം എന്താ പറയുക യാത്രകൾ ഞാൻ പറഞ്ഞില്ലേ കുറേ യാത്രകളുണ്ടായിരുന്നു. അപ്പോൾ യാത്രകൾ വഴിപാടുകൾ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ ശരിക്കും ഞാൻ പറഞ്ഞല്ലോ അതിന് വേണ്ടി ഒരുങ്ങിയ ദിവസമാണ്. പക്ഷെ ഒന്നും നടന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നൊക്കെയാവാം ആ ഒരു പരിപാടി എന്ന് വിചാരിച്ചു. അങ്ങനെ ഇന്ന് അതിന് വേണ്ടി മാറ്റി വെച്ചു. എന്നാലും കുറച്ച് കാര്യങ്ങൾ ഇനിയും നടന്നുള്ളൂ കേട്ടോ. മുഴുവൻ കാര്യങ്ങളൊന്നും നടന്നില്ല. എന്നാലും നടന്നിടത്തോളം ഏറ്റവും ഭംഗിയായിട്ട് കാര്യങ്ങളൊക്കെ നടന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ പ്രത്യേകത എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് നമ്മളുടെ ഉഗാണ്ടയിൽ നിന്ന് 2-3 ഫ്രണ്ട്സിനെ കിട്ടി. അത് ഭയങ്കര എന്താ പറയുക നല്ല ഒരു തമാശ തോന്നിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം ഞങ്ങൾ ദയ ഹോസ്പിറ്റലിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞല്ലോ ആ കാര്യമൊക്കെ ഡിമ്പിൾ പറയുമെന്ന് പറഞ്ഞല്ലോ. അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ ഒരു എന്താ പറയുക ഒരു 4 പേരുണ്ടായിരുന്നു അവർ കേട്ടോ. അപ്പം ഒരു കുട്ടിയാണോ എനിക്ക് പ്രായം എത്രയാണ് എന്താണെന്നൊന്നും മനസ്സിലായില്ല കേട്ടോ. എന്നെ കണ്ടപ്പോൾ ചിരിച്ചിട്ട് ഓടി വന്നു. അപ്പം ഞാൻ വിചാരിച്ചു എന്നെ ഇങ്ങനെ ഇത്രയും പരിചയം വിചാരിച്ചിട്ട് നോക്കിയപ്പോൾ എന്നെ പരിചയമായിട്ടൊന്നുമല്ല എന്തോ എൻ്റെ സ്മൈലിങ് ഫേസ് ഇഷ്ടമായി എന്ന് പറഞ്ഞിട്ടാണ് വന്നത്. അപ്പോൾ കുട്ടികളൊക്കെ എന്നെ കളിയാക്കായിരുന്നു. ഇവിടെ വന്ന് പറഞ്ഞപ്പോൾ ഇവരൊക്കെ ഞാൻ ഫോട്ടോ എടുത്തിട്ടുണ്ട്, നിങ്ങൾ തംബ്നെയിൽ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ എന്നെ കളിയാക്കായിരുന്നു മമ്മിക്ക് ഉഗാണ്ടയിൽ വരെ ഫാൻസ് എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ആ കുട്ടി എന്നെ കണ്ട് മനസ്സിലായിട്ടൊന്നുമല്ല, പുറമേ നിന്ന് ഡിമ്പിളിനെ കണ്ട്. അപ്പോൾ അവിടെ സ്റ്റാഫും കാര്യങ്ങളൊക്കെ ഡിമ്പിളിന് ഇവരെ വെച്ച് ഫോട്ടോ എടുത്തു അത്രേ. അപ്പോൾ അത് കണ്ട് ആ ചിരിയിൽ കയറി വന്നപ്പോൾ എനിക്ക് തോന്നുന്നു അതിന് എന്തോ എന്നെ ഒരു ചായ തോന്നുന്നുണ്ട്. ഓടി വന്നിട്ട് എന്നോട് പറഞ്ഞു സെൽഫി എടുക്കാമെന്ന് പറഞ്ഞു. ഒക്കെ ഇംഗ്ലീഷിലാണ് പറയണത്, നമുക്ക് മനസ്സിലാവുന്ന ഭാഷയാണ് കേട്ടോ. പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്കും ഭയങ്കര സന്തോഷമായി. കാരണം എന്താ പറയുക നമ്മളോട് ഇഷ്ടമായിട്ട് ഒരാൾ പിന്നെ നമ്മൾ ഫോട്ടോസിലും കാര്യങ്ങളിലൊക്കെ ഇങ്ങനെ ആഫ്രിക്ക ഉഗാണ്ട അതൊക്കെ ആൾക്കാരെയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും നേരിട്ട് കാണുകയും പരിചയപ്പെടുകയോ അല്ലെങ്കിൽ സംസാരിക്കുകയോ ചെയ്തിട്ടില്ല. അപ്പോൾ എനിക്കും ഭയങ്കര കൗതുകം തോന്നിയിട്ടോ. അപ്പോൾ എനിക്ക് അവിടെ വെച്ച് കഴിക്കാനുള്ള മെഡിസിനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് വന്നു ഞാൻ പറഞ്ഞ കഥാനായിക കേട്ടോ. അപ്പോൾ കണ്ടു ഇതാണ് ആ കുട്ടി. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അത് ഇങ്ങനെ ഓടി വന്നിട്ട് നമുക്ക് സെൽഫി എടുക്കാമെന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്കെന്നെ ഭയങ്കര അത്ഭുതം. എന്നിട്ട് മൂപ്പര് തന്നെയാണ് ഇങ്ങനെ ക്യാമറയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഫോട്ടോ എടുത്ത് കുറേ നേരം ഞങ്ങൾ സംസാരിച്ചു. ഞങ്ങളുടേതായ ഭാഷയിൽ കുറേ നേരം സംസാരിച്ചു. അങ്ങനെ അവിടെ പോയിരുന്നു. അപ്പോൾ പിന്നെ മൂപ്പരുടെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു 3 പേര് കൂടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്കും ഡാഡിയും വന്നു. അപ്പോൾ ഡാഡിയും കുറേ ഓരോ കാര്യങ്ങൾ ചോദിച്ചു പറഞ്ഞപ്പോൾ അപ്പം മൊത്തം ഇംഗ്ലീഷാണ് കേട്ടോ സംസാരിക്കേണ്ടായിരുന്നത്. നമുക്ക് നല്ലോണം മനസ്സിലാവുന്ന ഭാഷ. അപ്പോഴേക്കും ഡിമ്പിൾ വന്നു. അപ്പോൾ ഡിമ്പിൾ വന്നപ്പോഴത് നമ്മൾക്ക് വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് അവർ ഒന്നിച്ച് വീഡിയോസ് എടുത്തു. ഭയങ്കര എന്താ പറയുക നമ്മളെവിടെയോ ഭയങ്കര പരിചയമായിട്ടുള്ള ഒരു കുട്ടിയുടെ പോലെ. സത്യം പറഞ്ഞാൽ ഞാൻ ആ കുട്ടിയുടെ പേര് ചോദിക്കാൻ മറന്നു. കാരണം എനിക്കും ഭയങ്കര അത്ഭുതം തോന്നി. അപ്പം ഞാൻ കുട്ടികളോടൊക്കെ പറഞ്ഞു എനിക്ക് ഉഗാണ്ടയിൽ വരണം. അപ്പോൾ അവസാനം എന്നോട് ചോദിച്ചു ആർ യു കമ്മിങ് ആഫ്രിക്കയിലേക്ക് വരുന്നുണ്ടോ ചോദിച്ചു. അപ്പോൾ എനിക്ക് എന്താ പറയുക എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി. അപ്പോൾ ആ സമയത്ത് എൻ്റെ ചേച്ചിക്ക് ഞാൻ മെസ്സേജ് അയച്ച് ഫോട്ടോ ഒക്കെ അയച്ചു കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു ദേ നോക്കി ഇങ്ങനെ ഒരു കുട്ടി എന്നോട് പറയുന്നു. ഗ്രൂപ്പിലെ കുട്ടികളോടും ഞാൻ പറഞ്ഞു കേട്ടോ ഇങ്ങനെ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഒരു കൗതുകവും തമാശയും. അപ്പോൾ അങ്ങനെ എന്താ പറയുക ഭയങ്കര സന്തോഷം. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു എവിടെയാണ് താമസിക്കണേ ചോദിച്ചപ്പോൾ ഒരു സ്മോൾ വില്ലേജാണ് കോനിക്കര എന്ന് പറഞ്ഞു. അപ്പോൾ കോനിക്കര എന്ന് പറഞ്ഞപ്പോൾ ഡാഡി പറയുന്നുണ്ടായിരുന്നു പാലിയേക്കര വെസ്താന്ന്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ ഇവരെ അറിയുന്നവരുണ്ടെങ്കിൽ ഇവർക്കൊന്ന് കാണിച്ചു കൊടുത്തോളൂ കേട്ടോ. കാരണം എന്നോട് ചോദിച്ചായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ യൂട്യൂബറും കൂടിയാണ്. അപ്പോൾ അവരൊക്കെ ഫോട്ടോ എടുക്കണം, കുറച്ച് പേര് വന്ന് ഇങ്ങനെ ഫോട്ടോസ് എടുക്കണം കണ്ടപ്പോൾ ഈ കുട്ടിക്ക് ഒരു കൗതുകം തോന്നി ചോദിച്ചതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ യൂട്യൂബേഴ്സാണ് എന്ന് പറഞ്ഞപ്പോൾ കാണിക്കോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളിൽ ആരെങ്കിലും
ഇത് കാണുന്നവരുണ്ടെങ്കിൽ ആ കുട്ടിയെ അറിയുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുത്തോളൂ കേട്ടോ, ഇതാണ് സംഭവം എന്ന് പറഞ്ഞിട്ട്. ഞാൻ സത്യം പറഞ്ഞാൽ നമ്പർ വാങ്ങിക്കാൻ മറന്നു എന്നല്ല, അതിൻ്റെ ഒരു ആവശ്യമില്ലല്ലോ. കാരണം നമ്മൾ പിന്നെ കാണുന്നില്ല, നമ്മുടെ നാട്ടിലുള്ള ആളുമല്ലേ, 28-ാം തീയതി ആൾ പോവും. അപ്പോൾ പിന്നെ എനിക്ക് അങ്ങനെ ഒരു ഇത് തോന്നിയില്ല, അതുകൊണ്ട് ഞാൻ മനഃപൂർവ്വം വാങ്ങിയില്ല കേട്ടോ, അതുണ്ടായത്. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ പോയിട്ട് ഇന്നത്തെ ഒരു ദിവസം എനിക്ക് കിട്ടിയത് ഏറ്റവും നല്ല ഒരു എന്താ പറയുക, എനിക്ക് ഭയങ്കര ഇഷ്ടമായി ആ മോളേട്ടോ. മോളാണോ ഒന്നും എനിക്കറിയില്ല, അവരുടെ പ്രായമൊന്നും നമുക്ക് മനസ്സിലാവണില്ല. ഹെയറും ഒക്കെ ഭയങ്കര എന്താ പറയുക, ഒരു കൗതുകം ഉള്ള പോലെ ഒരു തോന്നി എനിക്ക്. അവിടെ നിന്ന് ഞങ്ങളിതേ, നിങ്ങൾക്കറിയാലോ വഴിപാടും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഇന്ന് പ്രത്യേകിച്ച് മരിച്ചവരുടെ മാസമാണ്. അപ്പോൾ മരിച്ചവരുടെ കുർബാന ചെല്ലിക്കലും കാര്യങ്ങളും ഈ മാസം നമ്മളെപ്പോഴും മരിച്ചവർക്ക് വേണ്ടി മാറ്റി വയ്ക്കും. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് നമ്മുടെ റോസയുടെ ഡിവൈൻ വോയിസ് എന്ന് പറഞ്ഞിട്ട് ചാനലിൽ റോസയുടെ ഒരു പാട്ടും കൂടി കേട്ടോട് കൂടിയിട്ട് എനിക്ക് എന്താ പറയുക, ഭയങ്കര നിങ്ങൾ ഒരു വട്ടെങ്കിലും കേട്ടോളൂ കേട്ടോ. ഡിവൈൻ വോയിസ് എന്നാണ് റോസിൻ്റെ ഒരു പാട്ടുണ്ട് കേട്ടോ. അതായത് സത്യം പറഞ്ഞാൽ അത് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. എനിക്കെന്തോ മനസ്സിൽ ഭയങ്കര ഒരു സങ്കടം. ആ പാട്ട് അങ്ങനെയാണ് എല്ലാവർക്കും മരിച്ചവരെ എന്താ പറയുക, നമ്മളുടെ ഇടയിൽ ആരെങ്കിലുമൊക്കെ മരിച്ചിട്ടുണ്ടാവുമല്ലോ, അവരെ ഓർത്ത് ആ പാട്ട് കേട്ട് കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടം തോന്നും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ അതും കൂടി പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഞങ്ങളിതേ എന്താ പറയുക, ട്രിപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ വീട്ടിലേക്കുള്ള പുറപ്പാടായി. അപ്പോൾ കുട്ടികൾക്കുള്ള സ്നാക്സും കാര്യങ്ങളും വാങ്ങിക്കാൻ ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ എവിടെയാണ്, എന്താണ്, എങ്ങനെയാണെന്നൊക്കെ ഡിംപിളുടെ വീഡിയോയിൽ പറയും. പിന്നെ കുറേ വീട്ടിലത്തെ വിശേഷങ്ങളൊക്കെ നമ്മളുടെ ഡിവൈൻ്റെ ചാനലിലുണ്ടാവും. അപ്പോൾ കുറേ കുട്ടികളായി ചോദിക്കൂടെ എന്താണ് ഈ 2 പേര് വീഡിയോസ് ഇടാത്തതെന്നുള്ളത്, ഡിവൈൻ്റെയും ഡിംപിളുടെയും കാര്യം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എല്ലാ ദിവസവും ഈ വീഡിയോസ് ഇടുമ്പോൾ ഞാൻ ഈ പറയുന്ന ഉള്ളടക്കമാണ് ഇവർക്ക് പറയാനുണ്ടാവുക. അപ്പോൾ അതുകൊണ്ടാണ് അവർ ആരും വ്യക്തമായിട്ട് വേറെ വീഡിയോസ് ഇടാത്തത്, പ്രത്യേകിച്ച് ഡിംപിളുടെ കാര്യം. അപ്പോൾ ഇന്നായാലും ഇപ്പം ഞാനും ഡിംപിളും ഒന്നിച്ചാണ് യാത്ര ചെയ്തത്. അപ്പം ഞാൻ ഈ പറയുന്ന സംഭവങ്ങളും അല്ലെങ്കിൽ പോയ സ്ഥലങ്ങളുമാണ് ഡിംപിളും കവർ ചെയ്തിട്ടുണ്ടാവും. അപ്പം ഞാൻ നിർബന്ധിച്ചിട്ടാണ് ഇടിപ്പിക്കുന്നത്. കാരണം ഇവർ യൂട്യൂബിൽ നിന്നുള്ള ആ ഒരു ടച്ച് വിടാണ്ടിരിക്കാൻ വേണ്ടി ഞാൻ 2 പേരോട് മാറി പറയും, നിങ്ങൾ വീഡിയോസ് ഇടണം എന്ന്. 2 പേരും ബിസിനസ്സിലേക്ക് അങ്ങോട്ട് ഏർപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവർക്ക് ഭയങ്കര മടിയായിട്ടോ. അങ്ങനെ ഞങ്ങളിതാ തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ നമ്മുടെ 3 പിള്ളേർസും ഡിവൈനാൻ്റെയും മുറ്റത്ത് നിന്ന് കളിക്കുകയാണ്. എന്നെ കണ്ടതും നമ്മുടെ ചാക്കോച്ചി ഓടി വരികയാണ് കേട്ടോ. ചാക്കോച്ചിയുടെ പിന്നാലെ പിന്നെ തോമും പാച്ചും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വേഗം ചാക്കോച്ചീനെ എടുത്ത് വണ്ടിയിൽ കയറ്റി. കാരണം അവന് ഭയങ്കര ഇഷ്ടമാണല്ലോ അതൊക്കെ, മറ്റവരാണ് അതിന് സ്ഥിരം ചെയ്യാറ്. അപ്പം ഞാൻ അവനെയും കൂടി എടുത്ത് കയറ്റി. അങ്ങനെ കുട്ടികൾ അവരാരുടേതായ കാര്യങ്ങൾ നോക്കുന്നു. ഇനി നമ്മുടെ വീട്ടിലത്തെ വിശേഷങ്ങളാണ്. വീട്ടിലത്തെ വിശേഷം എന്ന് പറയുമ്പോൾ എൻ്റെ ചാനൽ കാണുന്നവർക്കറിയാം, എനിക്ക് എൻ്റെ വീട്ടിലെ വിശേഷങ്ങൾ പറയാനും അവിടുത്തെ ഒതുക്കലും പെറുക്കലാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം എന്ന് നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ ഞാൻ ഇന്ന് എന്ത് കാണിച്ചെന്ന് വെച്ചാൽ, കുട്ടികളായിട്ട് പുറത്തേക്ക് ഇറങ്ങി കുറച്ച് നേരം. നല്ല കാറ്റ് എന്ന് പറഞ്ഞാൽ പോരാത്ത കാറ്റ്. അപ്പോൾ ഞാൻ കുട്ടികളെയും കൊണ്ട് കുറച്ച് നേരം ഉമ്മറത്ത് വന്നിരുന്നു കേട്ടോ. അപ്പോൾ ഡാഡി ഓൾറെഡി പുറത്ത് പോയേക്കായിരുന്നു. അപ്പോൾ എനിക്ക് ശരിക്കും ചാക്കോച്ചനെ അങ്ങനെ ഒക്കത്തെടുക്കുമ്പോൾ അപ്പം ഞാൻ എൻ്റെ ഒരു 26 വയസ്സിലേക്ക് പോവും. അതായത് എനിക്ക് 26ാമത്തെ വയസ്സിലുണ്ടായതാണ് ഡിംപിൾ. അപ്പോൾ അവളെ എടുക്കുന്ന പോലെ എനിക്ക് തോന്നും. കറക്റ്റ് ഇതുപോലെ ഒരു ചതുരൻ മുഖവും നല്ല ഗുണ്ടപ്പത്തിയായിരുന്നു കേട്ടോ ഡിംപിളും. അപ്പോൾ എപ്പോഴും ഞാൻ എടുക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ എടുത്തിരിക്കുന്നത് ഡിംപിളിനെയാണെന്നൊരു തോന്നലാണ്. ഓച്ചു എന്നാണല്ലോ അന്ന് വിളിക്കുക. എനിക്ക് തോന്നുന്നു പാലുവായി വശത്തുള്ള ഡിംപിളിനെ പ്രസവിച്ച് കിടന്ന സമയത്തുള്ളവരെല്ലാവരും ഇപ്പോഴും ഓച്ചുമണി അങ്ങനെ വിളിക്കുക. അങ്ങനെയാണ് അവളെ വിളിച്ചിരുന്നത്, ഓച്ചു എന്ന് കേട്ടോ. അപ്പം അങ്ങനെ ഞങ്ങളിതേ മുറ്റത്ത് കുറേ നേരം, എനിക്ക് തോന്നുന്നു സന്ധ്യ ആവണ വരെ ഞങ്ങൾ മുറ്റത്ത് നിന്ന് കണ്ടു. ഇരുട്ടായി. അവിടെ ഇരുന്ന് കുറേ നേരം വർത്തമാനവും പറഞ്ഞ് ബിസിനസ്സിൻ്റെ കാര്യങ്ങളും ചർച്ച ചെയ്ത് പോയ വിശേഷങ്ങളും പറഞ്ഞ് അങ്ങനെ എന്താ പറയുക, നമുക്കറിയാമല്ലോ പെണ്ണുങ്ങൾ കൂടി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ വിഷയം ഉണ്ടാവും പറയാമെന്ന്. എല്ലാം കഴിഞ്ഞ് പതുക്കെ അകത്തേക്ക് കയറിയിട്ടോ. അപ്പോൾ പതിവുപടി ഞാൻ പറഞ്ഞു, ഞാൻ കിച്ചണിലേക്ക് പൊക്കോളാം, നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കിക്കോ എന്ന് പറഞ്ഞ് ഇത് നവരത്നത്തിൻ്റെ ഇത് ലാവൻഡർ സെറ്റ്, പിന്നെ അങ്ങനെ കുറേ എന്താ പറയുക പുതിയ ഇഷ്ടം പോലെ സാധനങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ പുതിയ സാധനങ്ങൾ വന്നു. വലിയ സാധനങ്ങൾ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും അത് മാത്രമേ ഉള്ളൂ എന്ന്. ഒരിക്കലുമില്ല. 100-150 രൂപ തൊട്ടുള്ള സാധനങ്ങൾ നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ. അപ്പോൾ കുറേ പേർക്കൊരു ധാരണയുണ്ട് വലിയ ഹെവി സെറ്റുകൾ മാത്രമേ ഉള്ളൂ എന്ന് ചോദിച്ചാൽ എങ്ങനെയാണെന്നൊക്കെ ഉണ്ട്. ഒരിക്കലുമില്ല. നിങ്ങൾക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും ഞാൻ പറയാറില്ലേ, ടോറിങ് തൊട്ട് മൂക്കുത്തി വരെ സെക്കൻഡ് സ്റ്റഡ് ഒക്കെ നമ്മളുടെ കയ്യിലുള്ളതാണ്. നിങ്ങൾ എത്ര വില കുറഞ്ഞ സാധനം ചോദിച്ചാലും നമ്മളത് കൃത്യമായിട്ട് നിങ്ങൾക്ക് തരും. ഇതാണ് എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ്. അറിയാലോ, വിശദമായിട്ട് പറയാൻ ഇഷ്ടം എനിക്ക് ഈ ഡിപ്പാർട്ട്മെൻറ്റാണ്.
അതായത് ഇത് ഇന്ന് വാങ്ങിയ സാധനങ്ങൾ നമ്മുടെ ബട്ടർ, പിന്നെ മറ്റേ ഗാർലിക് സ്പ്രെഡാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ, നിങ്ങൾക്കറിയാലോ, ഒരു പീസ് ബ്രെഡ് ഞാൻ സ്ഥിരം കഴിക്കുന്നത് ഒന്നെങ്കിൽ ബട്ടർ അല്ലെങ്കിൽ ചീസ് സ്പ്രെഡ് എന്തെങ്കിലും. അപ്പോൾ ഇത് ഞാൻ 2 പാക്കറ്റ് പാൽ എപ്പോഴും വാങ്ങിക്കേണ്ടതാണ്. അത് വാങ്ങിച്ച് എപ്പോഴും ഞാൻ ഗുഡ് ലൈഫ് എപ്പോഴും സ്റ്റോക്ക് ചെയ്യും. മറ്റേ പാൽ എന്നും ഉപയോഗിക്കും. ഏതെങ്കിലും ഒരു ദിവസം അത് എങ്ങാനും മറന്ന് പോയി കഴിഞ്ഞാൽ അപ്പോൾ ഇത് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ഇത് ബൈ 1 ഗെറ്റ് 1 ഫ്രീ ആയിരുന്നു. അപ്പോൾ അങ്ങനെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെന്താണ്, വല്ല ഡാമേജോ അല്ലെങ്കിൽ എന്തോ. ഇത് ചില ദിവസം ഒരു സ്പെഷ്യൽ ഓഫർ ഇടുന്നതാണ്. അപ്പോൾ ഇന്ന് പോയപ്പോൾ അതവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ആഴ്ച പോയപ്പോൾ ഇതിൻ്റെ വലുത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇത് നമ്മളെപ്പോഴും സ്ഥിരം ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്. അപ്പോൾ അതിങ്ങനെ ഒരു ഓഫറിൽ കിട്ടുമ്പോൾ എപ്പോഴും നമ്മളത് വാങ്ങി സ്റ്റോക്ക് ചെയ്യണത് എപ്പോഴും നല്ലതാണ്. ഞാൻ അങ്ങനെ ചെയ്യാറുള്ളത് കൊണ്ട് കേട്ടോ. നമ്മുടെ കയ്യിൽ കാശുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അത് ചെയ്യാം. കാരണം അടുത്ത മാസം ഇതേ സാധനം ഇരട്ടി വില കൊടുത്ത് വാങ്ങിക്കണേക്കാൾ നല്ലതല്ലേ. അപ്പോൾ ഇത് നമ്മളുടെ കുരുമുളക് പൊടിയാണ് കേട്ടോ. സാധാരണ എങ്ങനെയാണെന്ന് വെച്ചാൽ ഡിവൈൻ്റെ അവിടെ നിന്ന് കുരുമുളക് കൊണ്ടുവരും, മുഴുവൻ മുളക് കൊണ്ടുവന്നിട്ട് നമ്മൾ പൊടിക്കാറ് പതിവ്. ഇപ്പോൾ കുറച്ച് നാളായിട്ട് നമ്മൾ മുളക് പൊടിയാണ് വാങ്ങിക്കുന്നത് കേട്ടോ. മുളക് പൊടിയല്ല, കുരുമുളക് പൊടി. അപ്പോൾ ആ ഗ്യാപ്പിൽ ഞാൻ കുട്ടികൾക്കുള്ള വെള്ളം ഫ്ലാസ്കിലേക്കുള്ളത്, കുപ്പി തിളപ്പിക്കാനുള്ളത്, കഞ്ഞി വെക്കുന്നു, അങ്ങനെയുള്ള പരിപാടികൾ ഇതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നലത്തെ നമ്മുടെ പയറുപ്പേരി ഉണ്ടല്ലോ, നല്ല സൂപ്പർ പയറുപ്പേരി ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അത് കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ രാത്രിയിലേക്ക് എന്ത് വിചാരിച്ചു എന്ന് വെച്ചാൽ, നമ്മളുടെ പരിപ്പ് രാവിലെ പൂരിക്ക് ഉണ്ടാക്കി. ഇന്ന് രാവിലെ പൂരിയായിരുന്നു കേട്ടോ, പൂരിയും പരിപ്പ് കറിയായിരുന്നു. അപ്പോൾ ഇന്നലെ കണ്ടിട്ടുണ്ടാവും ഡിവൈൻ പരിപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ രാവിലത്തെ കഴിഞ്ഞ വഴിക്ക് അത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്തിട്ട് ഞാൻ ചൂടാക്കി അതും ചെമ്മീൻ ഒന്ന് മുളകിട്ടു, അതും പിന്നെ എന്തുട്ടാണ് ഈ പയറുപ്പേരി ഉണ്ടായിരുന്നു, പപ്പടം ഉണ്ടായിരുന്നു, അച്ചാറും. അതായിരുന്നു ഇന്ന് രാത്രിയിലത്തെ മെനു ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ കാശ്മീരി ചില്ലി, ഇത് 2 ഐറ്റമാണ് അവിടെ ഉള്ളത്. ഏതെങ്കിലും 2 ഐറ്റം എടുക്കുമ്പോൾ 1 ഐറ്റം ഫ്രീ, അങ്ങനെയാണ്. അപ്പോൾ ഞാൻ 2 കാശ്മീരി എടുത്തിട്ട് 1 മല്ലിപ്പൊടി ഫ്രീ ആയിട്ടുള്ളത് എടുത്തു. അപ്പോൾ ഇത് ഞാൻ സ്റ്റോക്ക് ചെയ്യണത് ഇങ്ങനെ, നിങ്ങൾക്കറിയാലോ, ഞാനിനി പറയേണ്ട, നിങ്ങൾ ഇവിടെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ തന്നെ കണ്ണടച്ച് പോയിട്ട് നിങ്ങൾ ഇന്ന സാധനം ഇന്നവിടുത്തെന്നാൽ പറയും. ഇവിടെ മുമ്പും 2-3 പേര് വന്നപ്പോഴും അവർ കണ്ണടച്ച് പറയും ഇന്ന സ്ഥലം ഇന്ന സ്ഥലത്ത് ഞങ്ങളെന്നും കാണുന്നതല്ല ആൻറ്റി, അതുകൊണ്ട് ഞങ്ങൾക്കറിയാമെന്ന് പറഞ്ഞു. എനിക്കതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. കാരണം നമ്മളുടെ വീടായിട്ട് എത്രത്തോളം നിങ്ങൾക്ക് ആ അടുപ്പുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ അങ്ങനെ ചെറുനാരങ്ങ, ക്യാരറ്റ് ഒക്കെ കുറേശ്ശെ, ഞാനല്ല ഡിംപിളാണ് നോക്കി എല്ലാതും വാങ്ങിയത്. കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വളരെ കുറച്ച് എല്ലാതും വാങ്ങിക്കാവും. ഒരു ചെറിയ ഉപ്പേരിക്ക്, അല്ലെങ്കിൽ ഇതിപ്പോൾ മത്തങ്ങയും പയറിടാനായിട്ട്, അല്ലെങ്കിൽ ഒരു മത്തങ്ങ ചാറ് വെക്കാനായിട്ട്, കുമ്പളങ്ങ, കോഴിയും കുമ്പളങ്ങയും വയ്ക്കുക. ഇത് 12 രൂപയാണ് ഈ ആകെ കിലോന്. അപ്പോൾ ഇത് 10 രൂപയുടെ കഷ്ണം, 10 രൂപ 94 പൈസ ഈ ഒരു പീസ്. അപ്പോൾ നമ്മൾ ഈ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്നതിൻ്റെ ഗുണം ഇതാണ്, നമ്മൾക്ക് ആവശ്യമുള്ളത് എടുത്ത് തൂക്കി അതിൻ്റെ കാശ് കൊടുത്ത് നമുക്ക് സാധനം കൊണ്ടുവരാം. അപ്പോൾ വേസ്റ്റ് വരില്ല. ആ സമയം കടയിലാകുമ്പോൾ നമുക്കങ്ങനെ ഒരു കുഞ്ഞ് വാറ് വാങ്ങിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് ശരിയാവില്ല. അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇത്ര രൂപയ്ക്ക് മുകളിലായി കഴിഞ്ഞാൽ 9 രൂപയ്ക്ക് എന്ത് സാധനവും കിട്ടും. ആ കൂട്ടത്തിൽ വാങ്ങിച്ചതാണ് ഞാൻ ഈ മോയ്സ്ചറൈസർ ഇട്ട. 9 രൂപയ്ക്കാണ് അത് കിട്ടിയത്. ഇത് അതല്ല, ഇത് ഡിംപിൾ വാങ്ങിയത്, സ്ക്രബ് ഡിംപിൾ വാങ്ങിയത്. ഈ ജോയുടെ ബ്രാൻഡ് വലിയ കുഴപ്പമില്ലാത്തതാണ്. ഞാനും ഫേസ് വാഷൊക്കെ യൂസ് ചെയ്തത് അതാണ്, സ്ക്രബും അത് തന്നെ കേട്ടോ ഞാൻ യൂസ് ചെയ്തപ്പോൾ. ഡിംപിളിനും അതിഷ്ടമാണ്, അതുകൊണ്ട് ഡിംപിൾ അത് കണ്ടപ്പോൾ വാങ്ങിയതാണ്. അപ്പോൾ ഇത് കുക്കുംബർ സാലഡിന് വേണ്ടിയിട്ട്. പിന്നെ ഞാൻ ആകെ പലചരക്ക് സാധനങ്ങളിൽ ആകെ വാങ്ങിയത് പരിപ്പും ഉഴുന്നും മാത്രമാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ച കുറേ സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ. ഇതിപ്പോൾ പോയ നിലയ്ക്ക് ഞാൻ തൽക്കാലം അതും കൂടെ വാങ്ങിയെന്നുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ഉഴുന്നും പരിപ്പും വാങ്ങിച്ചു. പിന്നെ ഞാൻ ഫ്രൈംസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഡോണിനായാലും ഫ്രൈംസ് വറക്കണത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഈ കുഴലാണ് മെയിനായിട്ട് വാങ്ങിയത്. കാരണം പൂവിൻ്റെ ഉണ്ടെങ്കിലും അത് പോരാ, അപ്പോൾ അത് കുറച്ച് ഇങ്ങോട്ട് പോന്നു. എന്നാലും അത് ഞാൻ അധികം എടുത്തില്ല, പെറുക്കി എടുക്കുക ചെയ്തത്. ഇത് 12 രൂപയുടെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ കാണാം, ഒരു കുപ്പിയിൽ 6 രൂപയുടെ സംഭവമാണ് ഉള്ളത്. ഇതിൽ എനിക്ക് തോന്നുന്നു ഒരു പ്രാവശ്യം ഒരു 3-4 പ്രാവശ്യം വറക്കാം ഒരു ബോട്ടിലത്തെ. അപ്പോൾ വളരെ വില കുറവാണ്. അപ്പോൾ നമ്മൾ സാധാരണ പുറമേ നിന്ന് വാങ്ങിക്കണേക്കാളും നല്ലത് ഇങ്ങനെ സാധനം വാങ്ങിയിട്ട് നമ്മളുടെ വീട്ടിലുള്ള എണ്ണയോ ഓയിലോ എന്തുകൊണ്ടാണെങ്കിൽ വറുത്തിട്ട് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുക. ഇവിടെ ഡോണാണ് കേട്ടോ കുട്ടികളുടെ സ്ഥാനത്ത് നിന്ന് ഇത് കഴിക്കുക. നമ്മുടെ പിള്ളേരൊന്നും ഇങ്ങനത്തെ ചില സമയത്ത് കടിക്കാൻ നോക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ കറി റെഡിയായി, പരിപ്പ് കറിയും മറ്റേ ചെമ്മീനും പിന്നെ പയറും. ഇത് ചപ്പാത്തി രാവിലത്തെ പൂരിക്കുള്ളത് ബാക്കിയാണ്. അപ്പോൾ ഞാനത് ബോക്സിലാക്കി അങ്ങോട്ട് മാറ്റി വെച്ചു. അപ്പോൾ 10 മണിയായപ്പോഴേക്കും എൻ്റെ എല്ലാം കഴിഞ്ഞെങ്കിലും ഇന്ന് ലേറ്റായിട്ടാണ് ഫുഡ് കഴിച്ചത്.
കാരണം എന്താ വെച്ചാൽ വന്നു കഴിഞ്ഞ് കുറേ നേരം പോയ വിശേഷങ്ങൾ ഞങ്ങൾ സ്വതവേ അങ്ങനെയാണ്. എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ പോയപ്പോൾ തൊട്ട് വന്ന വരെയുള്ള വിശേഷങ്ങൾ പറയും കേട്ടോ. പിന്നെ ആരെങ്കിലും ഫോൺ വിളിച്ചിട്ടുണ്ടെങ്കിൽ അത്, പിന്നെ ബിസിനസ്സിൻ്റെ കാര്യങ്ങൾ അത്. അപ്പോൾ ഡാഡി ഇതാ സിനിമ കാണാൻ ഡാഡീൻ്റെ ഓണം കൂടിയിട്ട്. അപ്പോൾ അങ്ങനെ ഇവർ സിനിമ കാണുന്നു, ഡിംപിളും ഡിവൈനും ബിസിനസ്സിൻ്റെ കാര്യങ്ങൾ ഇരിക്കണു, ഞാൻ കിച്ചണിൽ പോകണു. കുട്ടികളൊക്കെ എനിക്ക് തോന്നുന്നു മറ്റേ തോമും ചാക്കോച്ചനും നേരത്തെ ഉറങ്ങി, പാച്ചും ഇന്ന് വലിയ വൈകാണ്ട് അവനും ഉറങ്ങി. ഉച്ചയ്ക്ക് ആരും ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങളിതേ ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങളുടെ 3 പേരുടെയും കൂടിയിട്ടുള്ള കുറച്ച് നേരം, ഞാൻ പറയാറില്ലേ കുറച്ച് നേരം ഞങ്ങൾ 3 പേരും കൂടി ഇരിക്കുന്നു. അങ്ങനെ ഞങ്ങളുടെ 3 പേരുടെയും കൂടി സംസാരമൊക്കെ കഴിഞ്ഞ് 3 ആളും 3 വഴിക്ക് തിരിഞ്ഞു. എല്ലാം കഴിഞ്ഞപ്പോഴാണ് അവർക്കുള്ള ഫുഡ് ഡാഡി ഓൾറെഡി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് പുറത്ത്. ഇവിടെ ഞാൻ ഇന്ന് സമയം കിട്ടിയപ്പോൾ ഞാൻ ആ വശം മാത്രം ഒതുക്കി, ഇവിടെ എനിക്ക് ഒതുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഈ ചെടി ഞാൻ അക്കിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ദിവസമായി വെച്ചേക്കണം. നല്ല ഭംഗിയുള്ള ചെടി, പ്ലാസ്റ്റിക്കിൻ്റെ ഇതുപോലെയാണ് കേട്ടോ. എനിക്ക് ഈ ജോർദാൻസിലെ മീനും എനിക്ക് ആഴ്ചയിലത്തെ ചെടിയാണ്, അത് നല്ല ചെടിയാണ്. അങ്ങനെ ഇന്നത്തെ അടുക്കള പരിപാടികൾ കംപ്ലീറ്റ് കഴിഞ്ഞു. അപ്പോൾ ഞാൻ ചോറ് ഇന്ന് രാത്രി വെച്ചതാണ്. അപ്പം ഇന്ന് ചൂടാറിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ തുറന്ന് വെച്ചതാണ്. ഫ്രിഡ്ജിൽ വെക്കേണ്ട. ഇന്ന് രാത്രി ഞാൻ പറഞ്ഞില്ലേ 10 മണിയായപ്പോഴാണ് ഞാനത് ഊറ്റിയത്. അപ്പോൾ ആ ചൂട് അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നാളെ രാവിലെ എടുത്തിട്ട് ഫ്രിഡ്ജിൽ വെക്കുക, അല്ലെങ്കിൽ ചോറ് വെക്കണതിൻ്റെ കൂട്ടത്തിൽ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ. അപ്പോൾ ഇന്ന് കുട്ടികൾക്ക് 2 ടിഫിൻ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാണ് ആ 2 പാത്രം ഒരുപോലെ കഴുകിയിരിക്കുന്നത്. അങ്ങനെ ഇന്നത്തെ കണക്കെഴുത്തും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ കുട്ടികൾക്ക് ഭയങ്കര സങ്കടം. 2 ദിവസമായിട്ട് ബിസിനസ് ഇത്തിരി ഡള്ളാന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഇതുപോലെ അങ്ങോട്ട് കയറി പൊക്കോളും, സമാധാനത്തിലിരിക്കുകയെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് സാരികൾ പാക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ സാരിയുടെ ബിസിനസ് ഒരു വശത്ത് കൂടെ, ഓർണമെൻറ്റ്സിൻ്റെ ബിസിനസ് വേറെ വശത്ത് കൂടെ ഒക്കെ ആയിട്ട് കുട്ടികൾ ഫുള്ളി എൻഗേജ്ഡാണ്. എനിക്കും അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഇപ്പോൾ ഡാഡിയും മക്കളും കൂടിയിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ പുതിയ കളക്ഷൻസ് സെലക്ട് ചെയ്യുക, അത് പ്ലേറ്റ് ചെയ്യാൻ കൊടുക്കുക, അവർ തന്നെ പാക്ക് ചെയ്യുക, അവർ തന്നെ അയയ്ക്കുക. അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്കത് കാണുമ്പോഴും ഭയങ്കര സന്തോഷമാണ് കേട്ടോ. കാരണം എന്താ പറയുക, പുതിയ കുട്ടികളാകുമ്പോൾ അവരുടേതായ ടേസ്റ്റിലുള്ള സാധനങ്ങളാണ് മെയിനായിട്ട് വരിക. അപ്പോൾ എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്. നമ്മളുടെ ഓർണമെൻറ്റ്സിനെ കുറിച്ച് വാങ്ങിയവരൊക്കെ വളരെ നല്ല അഭിപ്രായമാണ് പറയണത് കേട്ടോ. ഇപ്പം ഞങ്ങളുടെ 3 പേരുടെയും സ്റ്റാറ്റസ് എല്ലാവർക്കും കാണാമല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ നാളെ നമുക്ക് കാണാം. അതുവരയ്ക്ക് ബൈ.